നമസ്കാരം. ഇന്നത്തെ ടെക് ടോക്ക് ആൻഡ് ടേൽസ് എന്ന ഈ പോഡ്കാസ്റ്റിൻ്റെ മെൻ്റൽ ഹെൽത്ത് സീരീസിൻ്റെ എപ്പിസോഡ് നമ്മൾ ജനറൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബൈപോളാർ ഡിസോർഡർ. കുറച്ച് കാലം മുമ്പ് നമ്മൾ ലാലേട്ടൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ? വളരെ വൈകാരികമായി ഗംഗ എന്നൊക്കെ ഉള്ളൊരു പാട്ടൊക്കെയുള്ള മൂവി, ഐ ഫോർഗോട്ട് ഹിസ് നെയിം. നമ്മൾ റെസ്പോൺസസ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന് ഡിപ്രഷൻ, ഒന്ന് മാനിയ. മാനിയ എന്ന് പറയുന്നത് വളരെ ഉന്മാദമായിട്ടുള്ളൊരു അവസ്ഥയിലോട്ട് മാറുക എന്നുള്ളതാണ്. മാനിയയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ദേ ഹാവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പവേഴ്സ് ഉണ്ടാവുക. മാനിയ ആൻഡ് ഡിപ്രഷൻ. ഒന്നുകിൽ വളരെ സാഡായിരിക്കുക. സോ അതാണ് ഈ ബൈപോളർ. രണ്ട് പോൾസിൽ, രണ്ട് എക്സ്ട്രീംസാണ്. ഒന്ന് ഡിപ്രഷൻ, മാനിയ. നേരത്തെ പറഞ്ഞ പോലെ സൈൻ വേവ് പോലെയാണ്. ഒന്ന് ടു ദി ബോട്ടം ആൻഡ് ടു ദി ടോപ്പ്. പക്ഷേ നമ്മൾ ബൈപോളർ എന്ന് പറയുമ്പോൾ പൊതുവെ ഇതാണ് ചിന്തിക്കുന്നത്, ഈ മാനിയയിലോട്ട് വരിക. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ബൈപോളറിൽ തന്നെ രണ്ട് പാർട്ടുണ്ട്, ബൈപോളർ 1 ആൻഡ് ബൈപോളർ 2. ഈ ബൈപോളർ എന്ന് പറഞ്ഞ എപ്പിസോഡിക് ആണെങ്കിൽ ബൈപോളർ 1 എന്നുള്ള എപ്പിസോഡാണ് യു ഗെറ്റ് ഇൻ ടു എ ഡിപ്രഷൻ, യു ഗെറ്റ് ഇൻ ടു എ മാനിയ. പക്ഷേ ബൈപോളർ 2 ഈ ഒരു മാനിയ വരില്ല, അതായത് ഇത്രയും വലിയ ഉന്മാദം വരില്ല. ഇറ്റ്സ് ഹൈപ്പോമാനിയ, അതായത് ചെറിയ ഹാപ്പിനെസ്. സോ നമുക്കതിൻ്റെ ഡിഫറൻസിയേഷൻ മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതായത് ഇതെൻ്റെ റിയലായിട്ട് ഞാൻ ഇങ്ങനെയാണോ അതോ ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്നതാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു സിനാരിയോ ആണ് ഹൈപ്പോമാനിയ. ആൻഡ് പ്രൊലോങ്ഡ് ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ ദീർഘകാലം നിലനിൽക്കുന്ന ഡിപ്രഷൻ ഉണ്ടാവുക. സോ ദിസ് ഇസ് കോൾഡ് ബൈപോളർ 2. ഇതും ന്യൂറോബയോളജിക്കലി PFCയുടെയും അമിഗ്ഡലയുടെയും ഹിപ്പോകാമ്പസിൻ്റെയും ACC, ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ്, ഇത് മൂഡ് റെഗുലേഷനും എറർ ഡിറ്റക്ഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പം ഇവയുടെ ബേസൽ ഗാംഗ്ലിയ, പിന്നെ സെയിം സെറോട്ടോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ, ഗ്ലൂട്ടമേറ്റ് ആൻഡ് ഗാബ, ഇതെല്ലാം നമ്മളെ ബൈപോളാർ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഇതിൻ്റെ അബ്നോർമൽ ഹൈ ആൻഡ് ലോസ് ഉണ്ടാകും.